ഇനി നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് മോഡ്യൂളിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കോസൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് കാണാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: പലർക്കും പലതരത്തിലുള്ള മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്, അബ്നോർമാലിറ്റികൾ ഉണ്ട്, മനോരോഗങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പ്രശ്നങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാവുന്നത്? അപ്പോൾ എന്തായിരിക്കും ഇതിന്റെയൊക്കെ കാരണം? സോ വാട്ട് കോസസ് പീപ്പിൾ ടു എക്സ്പീരിയൻസ് മെന്റൽ ഡിസ്ട്രസ് ആൻഡ് ടു ബിഹേവ് മാലഡാപ്റ്റീവ്ലി? അപ്പൊ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളതാണ് നമുക്കിത് നോക്കാനുള്ളത്. കോസസ് ഓഫ് അബ്നോർമാലിറ്റി, കോസൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ടേം ഫെമിലിയർ ആയിരിക്കുക എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ റിസ്ക് ഫാക്ടേഴ്സിൽ ഡിജിറ്റൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, പ്രോക്സിമൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണെന്ന് വഴിയെ പറയാം. പിന്നെ അതുപോലെ കോസസ് നമ്മൾ നെസസറി കോസ്, സഫിഷ്യന്റ് കോസ്, കോൺട്രിബ്യൂട്ടറി കോസ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ കോസൽ ഫാക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. നെസസറി കോസ് നമ്മളിതൊക്കെ പറഞ്ഞു, സഫിഷ്യന്റ് കോസ് പറഞ്ഞു, കോൺട്രിബ്യൂട്ടറി കോസ് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് കോസൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ കോസൽ ഫാക്ടേഴ്സിൽ ബയോളജിക്കൽ, സൈക്കോ സോഷ്യൽ, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്നാണ് പറയാം. നമ്മൾ എന്ത് കോസസ് എടുത്താലും, അബ്നോർമാലിറ്റിയുടെ ഏത് കോസസ് എടുത്താലും ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പായിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ബ്രോഡ്ലി നമ്മൾ പറയുമ്പോൾ ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യോ കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ, സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സ്, സോഷ്യോ കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ്, ഇത് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഉണ്ടാവാൻ നിർബന്ധമൊന്നുമില്ല. ഇതിന്റെ ഒരു മിക്സപ്പ് ആവാം. ചില ആൾക്കാരുടെ ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറച്ച് അധികമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടാവാം. സോ ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. സോ ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് നമ്മൾ അതിന് ജനറ്റിക്കൽ കോസൽ ഫാക്ടേഴ്സ് വിളിക്കും. സോ ചില രോഗങ്ങൾ ജനറ്റിക്കലി പാസ് ഓൺ ചെയ്യപ്പെടുന്നതാണ്. അതിൽ അവരുടെ ബയോളജി, അവരുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ ഒക്കെ ആയിരിക്കും അതിന്റെ കാരണം. സോ അവരുടെ ജനറ്റിക്സ്, ചില രോഗങ്ങൾ ജനറ്റിക്കലി പാസ് ഓൺ ചെയ്യപ്പെടുന്നതാണ്. ആ ഒരു ജീൻ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക ജീനിൽ ചെറിയ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ, ആ ജീനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ന്യൂറോ കെമിക്കൽ ആൻഡ് ഹോർമോണൽ ഇംബാലൻസസ്, ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, സെറോട്ടോണിൻ, ഗാബ, അങ്ങനെ കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ മുൻപ് ഫിസിയോളജിയിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ലെവൽ കുറഞ്ഞു പോയാൽ, ചിലപ്പോൾ കൂടിപ്പോയാലൊക്കെ ചില ഡിസോർഡേഴ്സിൽ പെട്ടെന്ന് ആ ഡിസോർഡറിലേക്ക് എത്തിപ്പെടാൻ സാധ്യത ഉണ്ട്. പിന്നെ ഹോർമോണൽ ഇംബാലൻസസ്, ഇപ്പൊ ചില കേസസിൽ നമുക്ക് കാണാം ചില ഹോർമോൺസ് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. തൈറോയ്ഡ് ഹോർമോൺ, അതുപോലെ ഗ്രോത്ത് ഹോർമോൺ, അങ്ങനെ ചില ഹോർമോണുകൾ പല കേസസിൽ പല ഹോർമോൺസ് ആയിരിക്കും. നമ്മൾ ഓരോ കേസസ് നമ്മൾ അടുത്ത മൊഡ്യൂളിൽ, അടുത്ത വരുന്ന 3 മൊഡ്യൂൾസിൽ പല ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിൽ കാണാൻ പറ്റും ഇന്ന ഡിസോർഡറിൽ ഇന്ന ഹോർമോണിന്റെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ കാണാൻ പറ്റും. സോ അത് പഠിക്കുമ്പോൾ ഇത് ഓർത്ത് വെക്കുക. ബയോളജിക്കൽ, ജനറ്റിക്കൽ കോസൽ ഫാക്ടേഴ്സിലുള്ള ന്യൂറോ കെമിക്കൽ, ഹോർമോണൽ ഇംബാലൻസ് ഓർത്ത് വെക്കുക. പിന്നെ ബ്രെയിൻ ഇഞ്ചുറീസ്, സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് എന്ന് പറയുന്നത്, ഇപ്പൊ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സൈക്കോളജിയിലെ ഹിസ്റ്ററിയിൽ ഫീനിയാസ് ഗേജ് എന്ന് പറഞ്ഞ ഒരാളുടെ കേസ് പഠിക്കുന്നുണ്ട്. മൈനിൽ വർക്ക് ചെയ്യുന്നതിനിടയിൽ ഡൈനാമൈറ്റ് വെച്ച് പൊട്ടിക്കുമ്പോൾ ഒരു റോഡ് ഇതിലൂടെ കയറിപ്പോയിട്ട് ബ്രെയിനിന്റെ ഒരു പ്രത്യേക ഏരിയ കൂടെ തുളച്ച് കയറിപ്പോയാണ്. ഭാഗ്യത്തിന് ആൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ആക്ച്വലി സൈക്കോളജി എന്ന് പറഞ്ഞ ഫീൽഡിന് ഭയങ്കര ഒരു ലക്കായിട്ട് മാറി അയാളുടെ ഡാമേജ് എന്ന് പറയുന്നത്. കാരണം അയാളുടെ പേഴ്സണാലിറ്റി മൊത്തമായിട്ട് ചേഞ്ച് ആയി. അപ്പോൾ ചില ബ്രെയിൻ ഏരിയാസിൽ ഡാമേജ് സംഭവിക്കുമ്പോൾ മൊത്തത്തിൽ ഒരു അബ്നോർമാലിറ്റിയിലേക്ക് പോവാം, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവാം എന്നൊക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. സോ ബ്രെയിൻ ഇഞ്ചുറീസ്, അത് ആക്സിഡന്റ് ആവാം, ഇതുപോലത്തെ ഹെഡ് ട്രോമാസ് ആവാം, എന്തും ആവാം. ബ്രെയിനിൽ ഇഞ്ചുറി സംഭവിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് എന്ന് പറയുന്നത് ബ്രെയിൻ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് മാത്രമല്ല, ക്രോമസോമിന്റെ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് കൊണ്ട്, ഇപ്പൊ ഡൗൺ സിൻഡ്രോം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് ക്രോമസോമിന്റെ പ്രശ്നം കൊണ്ടാണ്, ക്രോമസോമിൽ ചേഞ്ചസ് വരുന്നതുകൊണ്ടാണ്. അങ്ങനെ ആണ് ബയോളജിക്കൽ, ജനറ്റിക്കൽ ഫാക്ടേഴ്സിൽ ഇതൊക്കെയാണ് വരുന്നത്. സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് വരിക. സോ പാസ്റ്റ് ട്രോമ, അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ PTSD ട്രോമാറ്റിക് ഇവന്റ് ഉണ്ടാവുക. ആ ട്രോമാറ്റിക് ഇവന്റിന്റെ ഭാഗമായിട്ട് ഒരു സ്ട്രെസ്, പോസ്റ്റ് ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ഡിസോർഡർ ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ പാസ്റ്റ് ട്രോമ, കോഗ്നിറ്റീവ് പാറ്റേൺസ്, ഒരാളുടെ തിങ്കിങ് പാറ്റേൺസിലുള്ള ഡിസ്റ്റോർട്ടഡ് തിങ്കിങ്, മാജിക്കൽ തിങ്കിങ് പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ സർട്ടൻ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ക്രോണിക് സ്ട്രെസ്, ഒരാൾ ക്രോണിക് ആയിട്ട് സ്ട്രെസ്സിൽ ഉണ്ടാവും. എപ്പോഴും സ്ട്രെസ് ആണ് എങ്കിൽ അയാളുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ എപ്പോഴും റിലീസ് ആയിക്കൊണ്ടിരിക്കും. അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സോ അങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ ചില കാര്യങ്ങൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കൊണ്ടുവരുന്നത്, ഇപ്പം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നമ്മൾ 4th മൊഡ്യൂളിൽ പഠിക്കും. അവിടെ നമുക്ക് കാണാൻ പറ്റും പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കാരണം അതിങ്ങനെ കണ്ടിന്യൂസ്ലി അയാളുടെ എഫക്ട് ചെയ്യുന്നു. പിന്നെ അയാളുടെ തോട്ട്സ് മാറുന്നു, ഇമോഷണൽ സ്ട്രെസ്സുകൾ ഉണ്ടാവുന്നു, അങ്ങനെ ചില ഡിസോർഡേഴ്സ് ഉണ്ടാവാം. പിന്നെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി, നമ്മുടെ സൊസൈറ്റി, പിയർ ഗ്രൂപ്പ്, അവരൊക്കെ തരുന്ന ഇൻഫ്ലുവൻസും അവിടെ നിന്ന് കിട്ടുന്ന പ്രഷേഴ്സും കൊണ്ട് ഉണ്ടാവുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ബ്രോഡ്ലി സ്പീക്കിംഗ്, ബയോളജിക്കൽ ഓർ ജനറ്റിക്കൽ കോസൽ ഫാക്ടേഴ്സ്,
സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സും സോഷ്യോ കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സും ആണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്. ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സിൽ ഒന്നുകൂടി നമ്മൾ പറയാം, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസസ് ഉണ്ട്, ജനറ്റിക് ആയിട്ടുള്ള വൾണറബിലിറ്റി, ബിക്കോസ് ചില രോഗങ്ങൾ ജനറ്റിക്കലി പാസ് ഓൺ ചെയ്യപ്പെടും. ഇപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രത്യേക രോഗം ഉണ്ടെങ്കിൽ മകൾക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ആൾക്ക് ഒരു രോഗം ഉണ്ടെങ്കിൽ അയാളുടെ കുടുംബത്തിൽ ആ രോഗത്തിനുള്ള ചാൻസ് കൂടുതലാണ്, ഉറപ്പൊന്നുമില്ല, ചാൻസ് കൂടുതലാണ്. അയാളുടെ ട്വിൻ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഏറ്റവും ചാൻസ് അയാൾക്കായിരിക്കും, അയാളുടെ സിബ്ലിങ്സിന് ആയിരിക്കും അടുത്ത ചാൻസ്, പിന്നെ അയാളുടെ കസിൻസിനൊക്കെ പിന്നെ ചാൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. സോ എത്രത്തോളം ജനറ്റിക്കലി നിങ്ങൾ സിമിലർ ആണോ അത്രത്തോളം എന്തുണ്ട്, ഈ പറഞ്ഞ ചാൻസ് ഉണ്ട്. ക്രോമസോമൽ അബ്നോർമാലിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞു, ബ്രെയിൻ ഡിസ്ഫങ്ഷൻ, ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ബ്രെയിൻ ഡാമേജ് സംഭവിക്കുക, ബ്രെയിനിൽ ട്രോമ ഉണ്ടാവുക. ഈ ബ്രെയിൻ ട്രോമ എന്ന് പറയുന്നത് ട്രോമാറ്റിക് ഇഞ്ചറിയുടെ ആയിട്ടാണ്, മറ്റേ നേരത്തെ പറഞ്ഞ സോഷ്യൽ ട്രോമ അല്ല. പിന്നെ ഡിപ്രൈവേഷൻ ഓഫ് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് ഒരു ബേസിക്കലി കിട്ടേണ്ട ഫുഡ്, ആവശ്യത്തിന് വെള്ളം, അതുപോലെ ബേസിക് ആയിട്ടുള്ള കെയർ ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അത് കിട്ടാതായി കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ കൃത്യമായിട്ട് ന്യൂട്രീഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ചില രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഉണ്ടാക്കണമെങ്കിൽ, ചില ഹോർമോൺസ് ഉണ്ടാക്കണമെങ്കിൽ, ചില ന്യൂറോ ട്രാൻസ്മിറ്റർ മെറ്റീരിയൽസ് ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായിട്ട് ന്യൂട്രീഷനും വെള്ളമൊക്കെ കിട്ടണം. അത് വളരെ ചെറുപ്പത്തിലേക്ക് കിട്ടാതാവുമ്പോൾ അത്രയും മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികളിലൊക്കെ പല രോഗങ്ങളും പിന്നീട് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതൊക്കെയാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് വരുന്നത്. ഓരോന്നിനെ കുറിച്ചും വളരെ കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ എഴുതാൻ തന്നെ അതൊരു വലിയ ആൻസർ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സിലായിരുന്നു നമ്മൾ ആദ്യം വളരെ അധികം ഫോക്കസ് ചെയ്തിരുന്നത്. ബിക്കോസ് മെഡിക്കൽ മോഡൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതിലാണ് എന്ത് ബോഡിയിനുള്ളിൽ എന്ത് മാറ്റം കൊണ്ടാണ് സംഭവിക്കുന്നു, അതിനെന്ത് മരുന്ന് കൊടുക്കാൻ പറ്റും എന്നുള്ള സംഭവമാണ്. സോ ആദ്യ ഘട്ടത്തിൽ എപ്പോഴും ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സിലായിരുന്നു നമ്മുടെ ശ്രദ്ധ കൂടുതൽ. ബിക്കോസ് സൈക്യാട്രി ആണ് ആദ്യം ഫുള്ളി ഡെവലപ്പ് ചെയ്ത് വന്നത്, സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. സോ അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പല രോഗങ്ങളും ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് കൊണ്ട് മാത്രമല്ല ഉണ്ടാവുന്നത്. അതിന്റെ പിറകിൽ ഒരു സോഷ്യൽ കോസൽ ഫാക്ടർ ഉണ്ടാവും, സൈക്കോളജിക്കൽ കോസൽ ഫാക്ടർ ഉണ്ടാവും. സോ ബയോളജിക്കലി ഒരു രോഗം വരുമ്പോൾ ബോഡിയിൽ ഇന്ന സാധനം കുറവാണ്, ഇന്ന പ്രശ്നമുണ്ട്, സോ അതിന് ഇന്ന മരുന്ന് കൊടുക്കാം, ഓരോന്നിൽ ഇന്ന മരുന്നുകൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ മാത്രം കാണുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, പലപ്പോഴും ഫിസിയോളജി മാറുന്നത് സോഷ്യൽ കോസൽ ഫാക്ടേഴ്സ് കൊണ്ടും സൈക്കോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് കൊണ്ടും കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ് കൊണ്ടും ആയിരിക്കും അയാൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. എന്നിട്ടായിരിക്കും അയാളുടെ ബോഡിയിൽ മാറ്റങ്ങൾ വന്നത്. സോ അയാളുടെ സൈക്കോളജിക്കൽ കോസൽ ഫാക്ടേഴ്സിനെയും സോഷ്യൽ കോസൽ ഫാക്ടേഴ്സിനെയും കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സിനും നമുക്ക് അത്യാവശ്യം ഡീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അയാൾ താനെ എന്ത് ചെയ്യും, അതൊന്ന് കരകയറി വരാൻ സാധ്യത ഉണ്ട്. ബട്ട് ചിലപ്പോൾ വളരെ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മെഡിക്കൽ മോഡൽ ഫോളോ ചെയ്യേണ്ടി വരും, മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, അതിന്റെ കൂടെയാണ് തെറാപ്പി കൊടുക്കേണ്ടി വരും. സോ ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് എപ്പോഴും ഫിസിക്കൽ ആയിരിക്കും, സിംറ്റമാറ്റിക് ആയിരിക്കും, മെഡിക്കൽ മോഡലാണ് അത് ഫോളോ ചെയ്യുക. അടുത്തത് സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. സോ അതിൽ സ്കീമാസ് വരുന്നുണ്ട്, ഏർലി ഡിപ്രൈവേഷൻ, പിന്നെ ട്രോമ, ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമാസ്, പിന്നെ പാരന്റൽ സൈക്കോപത്തോളജി, അതായത് നമ്മുടെ പാരന്റ്സിന് എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് കുട്ടികളിലേക്കും അതിന്റെ എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാരന്റ്സിനുള്ള എല്ലാ ഡിസോർഡേഴ്സും കുട്ടികൾക്കും വരുന്നല്ല, മറിച്ച് പാരന്റ്സ് ചില രോഗങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ആ സൈക്കോപത്തോളജി കാരണം, അവരുടെ പ്രശ്നങ്ങൾ കാരണം കുട്ടികളെ അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ പാരന്റിങ് സ്റ്റൈൽസ്, നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ടാവും പാരന്റിങ് സ്റ്റൈൽസിനെ കുറിച്ച്, അറിയുമെന്ന് വിചാരിക്കുന്നു. സോ പലതരത്തിലുള്ള പാരന്റിങ് സ്റ്റൈൽസ് ഉണ്ട്. സോ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റിങ് സ്റ്റൈൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും കുട്ടികളെ അതിനകത്ത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. വളരെ ഒട്ടും സ്ട്രിക്റ്റ് അല്ലാത്ത വളരെ ലൂസ് ആയിട്ട് പാരന്റിങ് ആണെങ്കിൽ അതും കുട്ടികളെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മാരിറ്റൽ ഇഷ്യൂസും ഡിവോഴ്സും ഒക്കെ. എല്ലാ ആൾക്കാർക്കും കല്യാണം കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, കല്യാണമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അവിടെ എന്തുണ്ട്, സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള കൾച്ചറൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. കല്യാണം നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് എങ്ങനെ നോക്കിക്കാണുന്നു, അതിന് നമ്മുടെ ഇൻവോൾവ്മെന്റും മറ്റുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റും നാട്ടുകാരുടെ അഭിപ്രായത്തിന്റെ ഇൻവോൾവ്മെന്റും ഒക്കെ ഉണ്ടാവും. സോ അതൊക്കെ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെയാണ്. പിന്നെ മാലഡാപ്റ്റീവ് പിയർ റിലേഷൻഷിപ്പ്, നമ്മുടെ പിയർ ഗ്രൂപ്പുമായിട്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്, നമ്മുടെ നാട്ടിലെ ആൾക്കാരായിട്ടുള്ള പിയർ റിലേഷൻഷിപ്പ്, അതിലൊക്കെയുള്ള മാലഡാപ്റ്റീവ് ആയിട്ടുള്ള രീതികൾ ഉണ്ടാവും. അത് നല്ല രീതിയിലുള്ള അഡാപ്റ്റേഷൻസ് ആയിരിക്കില്ല, അതൊരു എസ്കേപ്പിസം ടൈപ്പ് ഓഫ് ആയിട്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ എന്തുണ്ട്, സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് ആയിട്ട് വരാം. സ്കീമ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്കീമ എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പം തൊട്ടേ അഡാപ്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള നമ്മുടെ ഒരു പാറ്റേൺ ആണ്. നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന, എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെയുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയാണ് സ്കീമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ പെസിമിസ്റ്റിക് ആണ്, ഒരാൾ ഒപ്റ്റിമിസ്റ്റിക് ആണ്, ഒരാൾ എപ്പോഴും ന്യൂട്രൽ ആണ്, ഒരു കാം സ്ഥാനത്തിൽ എപ്പോഴും എടുക്കുന്നുള്ളൂ, അത് അയാളുടെ സ്കീമയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സൈക്കോ സോഷ്യൽ ഫാക്ടറാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
നമ്മൾ സ്ഥിരമായിട്ടൊരു എക്സാമ്പിൾ പറയാറ്, കള്ളുകൂടിനായിട്ടുള്ള ഒരാളുടെ മകനെ കുറിച്ച് ആലോചിക്കാം. സോ രണ്ട് തരത്തിൽ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് രണ്ട് തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. അച്ഛൻ കള്ളു കുടിക്കുന്ന ഒരാളാണ്, അപ്പൊ ഞാനും കള്ളു കുടിക്കും. കള്ളു കുടിക്കുന്ന അത്ര പ്രശ്നമില്ല, എൻ്റെ അച്ഛൻ കുടിക്കാറുണ്ട്, എത്ര ആൾക്കാർ കുടിക്കുന്നില്ലേ, അപ്പൊ ഞാനും കുടിക്കാം എന്ന് ഒരാൾക്ക് അയാളുടെ സ്കീമയുടെ ഭാഗമായിട്ട് അങ്ങനെ ചിന്തിക്കുന്ന പാറ്റേണിലാവാം. അല്ലെങ്കിൽ അച്ഛൻ കള്ളു കുടിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വീട്ടിലെ പ്രശ്നം, തല്ലും പ്രശ്നമൊക്കെയാണ്, എപ്പോഴും ചീത്ത പറയും, കള്ളു കുടിക്കുന്ന ആൾക്കാർ റോഡിൽ ഇങ്ങനെ വീണ് കിടക്കും, അതൊക്കെ ഭയങ്കര മോശമല്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും കള്ളു കുടിക്കില്ല എന്നുള്ളതും എടുക്കാം. അപ്പൊ രണ്ടിലും ഇവന്റ് ഒന്ന് തന്നെയാണ്. കള്ളു കുടിക്കുന്ന അച്ഛൻ എന്നുള്ള ഇവന്റ്, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന നാട്ടുകാർ എന്നുള്ളത് ഒരു ഇവന്റ് തന്നെയാണ്. പക്ഷെ രണ്ടാൾക്കാർ രണ്ട് തരത്തിലാണ് ചിന്തിക്കുന്നത്. സോ അത് അവരുടെ സ്കീമയാണ്, അതെങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നു, പാറ്റേൺ, അവരുടെ തിങ്കിങ് പാറ്റേൺ ആണ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. സോ സൈക്കോ സോഷ്യൽ ഫാക്ടറിൽ ഈ കാര്യങ്ങൾ ഓർമ്മിക്കാം. ഇനി സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിൽ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ എപ്പോഴും ആൾക്കാരുടെ ഇഷ്യൂസിനെ അവരവരുടെ ഇൻഡിവിജ്വൽ ഇഷ്യൂസ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അവരുടെ സ്വന്തം പ്രശ്നമായിട്ടോ അവർ മാത്രം അനുഭവിക്കേണ്ട കാര്യമായിട്ടോ അല്ല അവരുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ നമ്മൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിലും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല പ്രശ്നങ്ങളുടെയും കാരണം നമ്മുടെ സൊസൈറ്റിയുടെ സ്ട്രക്ചറിന്റെയോ സൊസൈറ്റിയുടെ ഒരു രീതിയുടെ ഒക്കെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്ര യുവാക്കൾ അൺഎംപ്ലോയിഡ് ആണ്, പഠിച്ചിട്ടുണ്ട്, ഇത്ര പ്രായമായിട്ടുണ്ട്, പക്ഷെ ജോലി കണ്ടെത്താൻ പറ്റുന്നില്ല. അതിനുള്ളൊരു സിസ്റ്റം ഇവിടെ ഇല്ല. കൃത്യമായിട്ട് ഒരാൾക്ക് ജോലി കൊടുക്കാനുള്ള തരത്തിൽ എഡ്യൂക്കേഷൻ ആർക്കും കൊടുക്കുന്നുണ്ട്, സ്കൂളിലെല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ജോലി എവിടെയാണ് ഉള്ളത്? അങ്ങനെ ജോലിയുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ചോദ്യമുണ്ട്. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് വലിയൊരു പ്രശ്നമാണ്. സോ അൺഎംപ്ലോയിഡ് ആയിട്ട് ഒരാൾക്ക് ജോലി ഇല്ലാത്തതിന്റെ പേരിൽ, ഇൻകം ഇല്ലാത്തതിന്റെ പേരിൽ, അയാൾക്ക് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ, അയാൾ സ്വന്തം കുടുംബത്തിലേക്ക് പൈസ എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ അയാൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കും. അയാൾ അതിന്റെ മുകളിൽ ഒരുപാട് സാഡ്നെസ് ആയിട്ട് സങ്കടപ്പെട്ടിരിക്കേണ്ടി വരും. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അയാളെ ബാധിക്കുന്നത്. അപ്പൊ ഒരു ജോലി അയാൾക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. സോ അയാൾ സങ്കടപ്പെട്ടിരിക്കുന്നു, ഫുൾ ടൈം സങ്കടത്തിലാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ നേരെ മെഡിക്കൽ മോഡലിൽ അതിന്റെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ അയാൾക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്രഷന് മരുന്ന് കൊടുക്കാൻ പോകും. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ആക്ച്വലി അയാൾക്ക് ജോലി കിട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഒരാളുടെ മിഡിൽ ക്ലാസ് ആണോ, ലോവർ ക്ലാസ് ആണോ, ഹൈ ക്ലാസ് ആണോ, പ്രിവിലേജ് ആണോ, പ്രിവിലേജ് അല്ലേ, അപ്പൊ അയാളുടെ സോഷ്യലി ആൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും കാര്യങ്ങളും, പിന്നെ ജെൻഡർ റോൾസ്, എക്സ്പെക്ടേഷൻസ്, പല രോഗങ്ങളും അധികവും സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രോമിനൻസ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ബയോളജിക്കലി തന്നെ ഹോർമോണൽ പ്രശ്നങ്ങൾ, മൂഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ജെൻഡർ റോൾസ് പ്രകാരവും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചാണെങ്കിലും സ്ത്രീകൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. സ്ത്രീകൾ പലതും അടക്കി വെക്കേണ്ട ആൾക്കാരാണ്, ഒന്നും തുറന്നു വരാൻ പറ്റാത്ത ആൾക്കാരാണ്, എൻജോയ്മെന്റ് ഇല്ലാത്ത ആൾക്കാരാണ്. ഒരു പുരുഷൻ അനുഭവിക്കുന്ന ഫ്രീഡം എന്തായാലും സ്ത്രീക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ടൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, സപ്രസ്ഡ് ആയിട്ടുള്ള പല ഇമോഷൻസ്, സപ്രസ്ഡ് ആയിട്ട് അവരുടെ വികാരങ്ങൾ പുറത്തു കാണിക്കാൻ പറ്റാതെ, പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാതെ ഒക്കെ കഷ്ടപ്പെടുന്നുണ്ടാവും. അതായിരിക്കാം ചിലപ്പോൾ അവരുടെ കോസൽ ഫാക്ടേഴ്സ്. അത് ബയോളജിക്കൽ ആവണമെന്നില്ല. അവിടെയൊക്കെ നമുക്ക് സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയാൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. സൊസൈറ്റിയിൽ പ്രഷേഴ്സ് ആൻഡ് കൾച്ചറൽ റൂൾസ്. ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ ആണുങ്ങൾ കരയാൻ പാടില്ല, അല്ലെങ്കിൽ ആണുങ്ങളാണ് കുടുംബകാര്യത്തിൽ എല്ലാ കാര്യം നോക്കേണ്ടത്, ഗൃഹനാഥനാവേണ്ടത് ആളാണ്. കൾച്ചറലായിട്ട് ഒരുപാട് റൂൾസ് ഉണ്ട്. ഇങ്ങനെ ഈ നാട്ടിൽ ഇങ്ങനത്തെ ഡ്രസ്സിങ് പറ്റൂല, ഈ നാട്ടിൽ ഇന്ന ഫുഡ് പറ്റൂല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ പ്രശ്നങ്ങളുടെ പിറകിലുള്ള കോസൽ ഫാക്ടേഴ്സ്. അപ്പൊ സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ എന്നല്ല, ബയോളജിക്കൽ ഫാക്ടേഴ്സും സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സും സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സും എല്ലാം കൂടിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നില നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സൈക്കോതെറാപ്പി ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ, ഇൻഡിവിജ്വലി മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ പലപ്പോഴും അയാളുടെ ഒറ്റയ്ക്കുള്ള പ്രശ്നമാണെന്നില്ല. ഈ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണി തന്നെയാണ്. അവിടെയാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ സൈക്കോളജി ചുമ്മാ പഠിക്കുന്നതല്ല, ഇത് ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ആ സോഷ്യൽ സൈക്കോളജി കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ തെറാപ്പിയിലും അത് യൂസ്ഫുൾ ആക്കാൻ പറ്റും. സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റംസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. കഷ്ടപ്പാടുള്ള ആൾക്കാർക്ക് അതിന് കണക്കായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും എന്താ പറയാ, ഇപ്പൊ നമുക്ക് ചില പ്രത്യേക പട്ടാളക്കാർക്ക് അതിനുള്ള കാര്യം ഇൻസെന്റീവ്സ് ഉണ്ട്. ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ അവർക്ക് ബില്ലുകൾ റിഡക്ഷൻ ഉണ്ട്. പിന്നെ വളരെ താഴ്ന്ന കടയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലൊക്കെ എന്തുണ്ട്, അവര് പട്ടിണിയിലാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ സ്കീമുകൾ, പദ്ധതികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ആയിട്ട് ബന്ധപ്പെടുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ്, അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് പണിയെടുക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒക്കെ റൂൾസ് ഒക്കെ ഉണ്ട്. ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അടുത്ത വിഷയമാണ്. ബട്ട് സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റംസ് എന്ന് പറയുന്നത് അങ്ങനത്തെ ചില കാര്യങ്ങളാണ്. അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുന്ന പദ്ധതികളും മറ്റ് കാര്യങ്ങളും, അതുപോലെ അതിന് പറ്റിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. വളരെ പഠിക്കാൻ മിടുക്കാനായിട്ട് ഒരു കുട്ടി പക്ഷെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആണ്. സോ അവർ അങ്ങനത്തെ കുട്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ വകയിലും അല്ലാതെ തന്നെ പല ട്രസ്റ്റുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള കെട്ടിടങ്ങളുണ്ട്, അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻഫ്രാസ്ട്രക്ചറിലാണ്. ആ പദ്ധതികളൊക്കെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റംസ് ആയിട്ടാണ് വരിക.
സോ ആ രീതിയിലാണ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ബയോളജിക്കൽ ഫാക്ടേഴ്സും സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സും സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സും ഉണ്ട്. സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സിന്റെ ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ APA ഡിക്ഷണറിയിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റുക. സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ആർ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ദാറ്റ് ഹാവ് എ റോൾ ഇൻ ബോത്ത് അഡാപ്റ്റീവ് നോർമൽ ബിഹേവിയേഴ്സ് ആസ് വെൽ ആസ് ഇൻ മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ്, മെന്റൽ റിട്ടാർഡേഷൻ ഓർ സോഷ്യൽ പത്തോളജി. അതായത് അഡാപ്റ്റീവ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള നോർമൽ ബിഹേവിയറിലും അതല്ലാതെ അബ്നോർമൽ ആയിട്ടുള്ള മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സിലാണെങ്കിലും മെന്റൽ റിട്ടാർഡേഷൻ പോലത്തെ കണ്ടീഷൻസിലൊക്കെ ആണെങ്കിലും അതിന്റെയൊക്കെ പിറകിൽ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ മോസ്റ്റ് ആസ്പെക്ട്സ് ഓഫ് മെന്റൽ ഇൽനെസ് ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ജെൻഡർ, സോഷ്യൽ ക്ലാസ്, റേസ് ആൻഡ് എത്നിസിറ്റി ആൻഡ് ഹൗസ് ഹോൾഡ് പാറ്റേൺസ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ഡിസബിലിറ്റി ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റംസ്, ലേബർ മാർക്കറ്റ്സ് ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ, ഒരാളുടെ ജെൻഡർ അയാളുടെ സ്ട്രെസ്സുകൾക്ക് കാരണമാവാൻ സാധ്യതയുണ്ട്. ഒരാളുടെ സോഷ്യൽ ക്ലാസ് അയാളുടെ സ്ട്രെസ്സുകൾക്ക് കാരണമാവാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അയാളുടെ ക്ലാസ് നോക്കിയിട്ട് ആളെ ബഹുമാനിക്കണം വേണ്ടി, അയാളുടെ ജോലി എന്താണെന്ന് നോക്കിയിട്ട് ഒരാളെ ബഹുമാനിക്കണം വേണ്ടി, അയാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അയാളുടെ റേസ് നോക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, ജാതി നോക്കിയിട്ടുള്ള ബഹുമാനക്കുറവും ബഹുമാന കൂടുതലും, ഇങ്ങനെ കുറെ പ്രിവിലേജുകളും ഇല്ലായ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിലാണ് വരുന്നത്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിലാണ് വരുന്നത്. സോ ചില ഡിസബിലിറ്റികൾ, സ്പെസിഫിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ആ വേർഡ് ഡിസേബിൾഡ് നല്ല യൂസ് ചെയ്യുന്നത്, ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ചില കാര്യങ്ങൾക്ക് അവർക്ക് നമ്മളെക്കാളും ബുദ്ധിമുട്ടുകളുണ്ട്. അതെന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് അനുകൂലമല്ല. ഇപ്പോഴും നമ്മൾ ഇൻക്ലൂസീവ് ആണെന്ന് പറയാൻ ശ്രമിക്കുമ്പോഴും ബിൽഡിങ്ങുകളിൽ, കോളേജുകളിൽ പോലും പലപ്പോഴും ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കയറി വരാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് കാര്യങ്ങളുള്ളത്. സ്റ്റെയർ കേസ് ആയിരിക്കും, ലിഫ്റ്റ് ഉണ്ടാവില്ല, റാമ്പ് ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അവരുടെ ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും കോളേജുകളിൽ കണ്ടിട്ടുള്ളത്, അങ്ങനെ ഒരു കുട്ടി കോളേജിൽ അഡ്മിഷൻ എടുത്താൽ അവന്റെ ക്ലാസ് റൂം എന്ത് ചെയ്യും, താഴത്തേക്ക് മാറ്റും. അതല്ലാതെ റാമ്പ് ഉണ്ടാക്കാനോ അതിന് കണക്കായ സെറ്റിംഗ്സോ ഉണ്ടാവുന്നത്. അപ്പൊ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിന് കണക്കായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പൊ അതായിരിക്കും അവർക്ക് പ്രശ്നങ്ങളായി മാറുന്നത്, അതുകൊണ്ടൊക്കെ അവർ പിന്നോട്ട് പോകുന്നത് എന്നുള്ള തരത്തിലുള്ള ചിന്ത കൂടി നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ബയോളജിക്കൽ ഫാക്ടേഴ്സും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സും സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിനെയും മനസ്സിലാക്കുക. ഒരാളുടെ സ്ട്രെസ്സിന്റെയും ഒരാളുടെ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസിനെയും കുറിച്ച് അതിന്റെ കോസ് എന്താണെന്ന് ആലോചിക്കുമ്പോൾ അയാളുടെ ബയോളജി മാത്രം ആലോചിച്ചാൽ പോരാ, അയാളുടെ സൈക്കോളജിക്കൽ കാര്യം ആലോചിക്കണം, അയാൾക്ക് കിട്ടിയ പാരന്റിങ്ങിനെ കുറിച്ച് ആലോചിക്കണം, ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ഇൻഫ്ലുവൻസസിനെ കുറിച്ച് ആലോചിക്കണം, ട്രോമകൾ ഉണ്ടോ എന്ന് നോക്കണം, അബ്യൂസസ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം, അയാൾ ഏത് തരത്തിലുള്ള ഫാമിലിയിൽ വളർന്നു നോക്കണം, ഏത് തരത്തിലുള്ള സ്കൂളിൽ ഏത് തരത്തിലുള്ള കണ്ടീഷനിങ് അയാൾക്ക് കിട്ടിയെന്ന് ആലോചിക്കണം. ഇത് പോരാതെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സും കൂടി നോക്കണം. സോ അതാണ് നമുക്ക് കോസൽ ഫാക്ടേഴ്സ് പറയാനുള്ളത്.